എന്റെ ബാലമാമൻ നിന്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കുകയല്ല, ആത്മാഭിമാനവും കൈവിട്ടിട്ടില്ല. അരവിന്ദേട്ടനോടുള്ള സ്നേഹം കൊണ്ട മാമനോട് നിൽക്കുന്നത്. ആ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കരുത്. ആരാ കണ്ടില്ലെന്ന് നടിക്കുന്നത്? നിങ്ങളോ ഞാനോ? സ്വന്തം മകന് വേണ്ടിയ ബാലമാമ വന്നിരിക്കുന്നത്. നീ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരണം. ആന്റി, ശ്രേയ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് പ്ലീസ്. മോളെ, അരവിന്ദനെ ചെന്ന് കാണാ. മമ്മിക്കറിയില്ല, ഹോസ്പിറ്റൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെന്റെ ഉള്ളിൽ കിടന്ന് നീറുക. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് ശ്രേയ? നിന്റെ ബാലമാമനോട് എന്റെ അടുത്ത് മാപ്പ് പറയാൻ പറ. നിന്നോട് മാപ്പ് പറയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പറയാം. എന്നോട് ക്ഷമിക്ക. എടി ചാരു, നിന്റെ മാമന് വിശന്ന നീ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? എന്നെ ഇൻസൾട്ട് ചെയ്തത് മാഷ. അതുകൊണ്ട് മാഷ് തന്നെ മാപ്പ് പറയണം. ബാലമാമന് വേണ്ടിയാ ഞാൻ മാപ്പ് ചോദിച്ച ശ്രേയ. വാ, നമുക്ക് പോവാം. മാഷ് എന്റെ മുന്നിൽ തല കുനിച്ച് കൈകൾ കൂപ്പി നിന്ന് മാപ്പ് പറയാതെ ഞാൻ ഇങ്ങോട്ടും വരില്ല. ബാലമാമന് പകരം ഞാൻ എന്റെ കാലിൽ വീണ് മാപ്പ് പറയാം പ്ലീസ്. വേണ്ട മോളെ, എന്നെ വിട് ബാലമാമ. നീ എന്തിനു ഇവരെ കാലിൽ വീഴണം? അരവിന്ദേട്ടന്റെ ജീവന് വേണ്ടിയാ, അതല്ലാതെ വേറെ മാർഗമില്ല. മാർഗമുണ്ട് മോളെ, ഞാൻ ക്ഷമ പറഞ്ഞോളാം. ബാലമാമൻ എന്തായി പറയുന്നേ? അതൊന്നും വേണ്ട, എനിക്കത് സഹിക്കാൻ പറ്റില്ല. എല്ലാം സഹിച്ചേ പറ്റും മോളെ. നീ നിന്റെ ചേട്ടന് വേണ്ടി കാൽക്കൽ വീണ് മാപ്പ് പറയാൻ തയ്യാറായില്ലേ? അതുപോലെ ഞാൻ എന്റെ മകന് വേണ്ടി ക്ഷമ പറഞ്ഞോളാം. ബാലമാമൻ മോളെ പ്ലീസ്. എന്നോട് ക്ഷമിക്കണം മാഡം.
രക്ഷിക്കണം. അവനെ ഞങ്ങൾക്ക് ജീവനോടെ വേണം. ദയവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വരണം.